ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, എന്നാൽ ചില ആൾക്കാർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കാണും. ഞാൻ വേറെ എവിടെയല്ല, ഖത്തറിൽ എത്തിച്ചിരുന്നൊക്കെയാണ്. ഐ എം സോ സോറി. അവിടെ നിന്ന് വരുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ വൈകാതെ തന്നെ ഇടാം. ഞാൻ ആദ്യമേ ഇൻ്റർവ്യൂവിന് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഖത്തറിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്, അങ്ങനെ കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല, അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തതാണെന്നൊക്കെ. അങ്ങനെ അവസാനം ഒരു മാസം കാത്തിരിപ്പിനൊടുവിൽ എനിക്ക് നേരത്തെ തന്നെ സെലക്ഷൻ കിട്ടി. അങ്ങനെ 1 മന്ത് കൊണ്ട് തന്നെ ഞാൻ ഖത്തറിലേക്ക് വന്നു. അപ്പോൾ ഇത് ഖത്തറിൽ വന്നിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. വന്നു കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിൽ ലീവ് വന്നപ്പം അങ്ങനെ പുറത്തെ ഹസ്ബൻഡായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോയൊരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ജോബ് ചെയ്യുന്നത് നമ്മുടെ ഖത്തറിലും ദുബായിലും ഒമാനിലൊക്കെ ഏറ്റവും ഫേമസ് ആയ അൻസാർ ഗാലറിയിലെ ഡാറ്റ എൻട്രി ആയിട്ടാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ പറയാനുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് മെട്രോയിലാണ്. അവിടെ മെട്രോ ലിങ്ക് ബസ് എന്ന് പറഞ്ഞ ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ നമ്മളൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ്സിൽ ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അത് മെട്രോ സ്റ്റേഷൻ വരെ പോകുന്ന ബസ്സാണ്. എപ്പോഴും 15 മിനിറ്റ് കൂടുമ്പം അത് നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ബസ്സിൽ കയറിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഓൾറെഡി ദോഹയിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കാർഡ് ഹസ്ബൻഡിന് തന്നു. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ മെട്രോ സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ വന്നിട്ട് ഒരു 2-3 ദിവസമൊക്കെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, ട്രാവൽ ചെയ്യാനും എല്ലാം കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കൊരു 5 ദിവസം വേണ്ടി വന്നില്ല. ഞാൻ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു. പിന്നെ ഹസ്ബൻഡ് തന്നെ എല്ലാ സ്ഥലവും എന്നെ കാണിച്ചു തന്നു. അങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പോയാൽ മതി. ഇപ്പം ഒരു മെട്രോ ലിങ്ക് ബസ്സിൽ നിന്ന് കയറി തന്നെ നമുക്ക് കറക്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പ് മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്കത് പേടിക്കാനൊന്നുമില്ല. കറക്റ്റ് ആ സ്റ്റോപ്പിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെട്രോയിൽ കയറിയിട്ടാണ് കൂടുതലും യാത്ര ചെയ്യാൻ സുഖം. എന്നത് നമുക്കിപ്പോൾ ബഡ്ജറ്റ് കുറവിൽ യാത്ര ചെയ്യാൻ നല്ലത് മെട്രോ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഊബർ, കാർ ടാക്സി അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെട്രോ സ്റ്റേഷൻ പോലെയൊന്നും അല്ല ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു എയർപോർട്ട് പോലെ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെട്രോ കാർഡ് പർച്ചേസ് ചെയ്തിട്ട് അതിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാർഡാണ് നമ്മൾ സ്കാൻ ചെയ്ത് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ അവിടെ ഫുള്ള് എല്ലാം പല ചെല്ലും. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പം ഒരു പിടുത്തം ഉണ്ടാവില്ല. അവിടെ കൂടി കയറണം, എവിടെ കൂടി ഇറങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും. പിന്നെ പഠിച്ച് വരുമ്പം ഓക്കെ ആവും. പിന്നെ നമുക്ക് അതായിരിക്കും കുറച്ചും കൂടി ഈസി ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, ഇവിടെ ഏത് പൊസിഷനിലേക്കാണ് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും അവിടെ തന്നെ നമുക്ക് മെട്രോ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു മെട്രോ കയറി അവിടെ ഇറങ്ങിയിട്ട് വേറൊരു മെട്രോ കയറണം. അതിനുശേഷം ഒരു ബസ് കയറി പോകണം. അത്രയും ദൂരമാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു ടാക്സിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഊബർ വിളിച്ചിട്ടൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും. ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനാണ് നമ്മളിങ്ങനെ ഈ മെട്രോ ചൂസ് ചെയ്യുന്നത്.
നിങ്ങളെല്ലാവരും കേട്ട് കാണോ, നമ്മുടെ ഖത്തറിലെ ഫേമസ് ആയിട്ടുള്ള വില്ലേജ് മാളാണ്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കുറേ കാർമേഘങ്ങൾ നിന്നിട്ട് ഉള്ളിൽ തന്നെ ഇങ്ങനെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത് ബോട്ടിങ്ങിന് പോവാം. നല്ല രസമാണ് അതിനെ കാണാൻ. ഫുള്ള് ക്ലൗഡി ആയിട്ട് ഒരു ക്ലൗഡി അറ്റ്മോസ്ഫിയറാണ് അവിടെ ചുറ്റും. പിന്നെ അവിടെ കുറേ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു മാളല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കൂടുതൽ നേരം നിന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്, ഞങ്ങൾ ഏതായാലും ഇടം വരെ വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ കയറിയതാണ്. എന്നിട്ട് അതിന് ശേഷം പിന്നീട് ഞങ്ങൾ പിന്നെയും മെട്രോ കയറി. ഞങ്ങൾ പോകുന്ന സ്ഥലത്തിന് ഇനിയും മെട്രോ കയറിയിട്ട് അവിടുന്ന് നടക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവിടുന്ന് ബസ്സിനാണെങ്കിൽ നമുക്ക് പോവാം. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് കാണുന്നുണ്ടോ? ഈ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ എൻ്റെ മുഖവും ഇപ്പം കണ്ട മുഖമൊന്നുമല്ല, എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണുന്നുണ്ടോ? വേറൊന്നുമല്ല, എൻ്റെ കമ്മലുണ്ടല്ലോ, ആ ഒരു കമ്മൽ പോയി. അപ്പം കമ്മലില്ലാണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയൊരു കമ്മലങ്ങനെ വാങ്ങിച്ചു. ആ കമ്മൽ വാങ്ങിച്ച് അതിട്ട് കഴിയുമ്പോഴാണ് ഒരു ആശ്വാസമായത്. നമ്മളങ്ങനെയാണല്ലോ, കമ്മലൊന്നും ഇല്ലാണ്ട് നമ്മളൊരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള അൺകംഫർട്ടബിൾ ആയിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ തന്നെ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടു. പിന്നീട് ഹസ്ബൻഡിൻ്റെ ഓഫീസൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. അവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ലീവാണല്ലോ, നമ്മുടെ സൺഡേ പോലെയാണ് അവിടെ ഫ്രൈഡേ. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, രണ്ട് സ്റ്റാഫ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ അടുത്തുള്ള ഷോപ്പുകളും ഹൈപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ മാളുകളൊക്കെ ഒന്ന് കണ്ട് കയറി ഇറങ്ങി പോരാമെന്ന് വിചാരിച്ചു. അത്ര സമയമൊന്നുമില്ല, എന്നാലും ഉള്ള സമയം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാം കണ്ട് വിസിറ്റ് ചെയ്തിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. പിന്നെ ഇതിൻ്റെ കാര്യം, ഇതൊരു റീലാണ്. ഞാനിങ്ങനെ ബസ്സിൽ പോകുന്നവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എടുത്തതാണ്, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എടുത്ത റീലൊന്നുമല്ല. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണുക കേട്ടോ. അപ്പം അതൊരു രസത്തിന് വെറുതെ എടുത്തതാണ്. അങ്ങനെ നമ്മുടെ മാളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ലുലു കാണുമെന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല ഗൈസ്, ജസ്റ്റ് ഒരു ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ ബൾട്ടി എന്ന് പറഞ്ഞൊരു മൂവി കാണാൻ പോയി. അത് ഏത് മൂവിയാണെന്ന് പോലും അറിയില്ലായിരുന്നു. അതിനുശേഷം പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം ഭയങ്കര സങ്കടമായിരുന്നു. കുറേ നേരം ഹസ്ബൻഡുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ. താങ്ക്